ഹലോ ഗായ്സ്, എന്തിൻ്റെ വിശേഷം? അപ്പോൾ വെക്കേഷനൊക്കെ കഴിയാനായില്ലേ? അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു ടൂറ് പോകാമെന്ന്. അങ്ങനെ ടൂർ പോയ വീഡിയോ ആണ് കേട്ടോ ഗൈസ്. ഇത് ഏതോ ഒരു പാറയാണ് കേട്ടോ ഗൈസ്. സത്യത്തിൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര്. ഞങ്ങൾ നെല്ലിയാമ്പതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഏറ്റവും വ്യൂ പോയിൻ്റാണ്, ഹൈ വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഒരു കുറേ ഗ്രാമങ്ങൾ ഒരുമിച്ചുള്ളതാണ് കേട്ടോ ഗായ്സ്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള മൗണ്ടെയിനിലാണ് കേട്ടോ ഗായ്സ്. അവിടുത്തെ വ്യൂ കണ്ട് ഞങ്ങൾ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഞങ്ങൾ അവിടുത്തെ വ്യൂ കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ആൾക്കാരൊക്കെ അപ്പുറത്തെ സെക്ഷനിൽ നിന്ന് നടന്നു വരുന്നത്, അതായത് കുറച്ചും കൂടെ മേലേലായിട്ട് നടന്നു വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെയും ഇതേപോലെ തന്നെയായിരുന്നു വ്യൂ, എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമാണെന്ന് അറിയില്ല, ഏകദേശം എല്ലാ മലയും കാണാൻ ഒരേപോലെ തോന്നി. അല്ലെങ്കിലും മലകളൊക്കെ ഏതാണ്ട് ഒരുപോലെയാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഞാൻ എന്ത് മണ്ടിയാണ്. അത് എൻ്റെ തലയിൽ മാത്രം ഉദിക്കുന്ന പട്ടബുദ്ധികളിൽ ഒന്നാണ് കേട്ടോ ഗൈസ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ട്രിപ്പ് നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അടിപൊളി വ്യൂ അല്ലേ ഗൈസ്? നല്ല കണ്ടിട്ടുണ്ടോന്നില്ലേ? മതി കമന്റ് ചെയ്യാൻ മറക്കരുത്. നടന്ന് മടുത്തുട്ട ഗൈസ്. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു, അതായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. വേറൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു വ്യൂ ഒക്കെ കാണാൻ. ഞാൻ എന്തോരം നേരമായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ, നിങ്ങൾക്ക് എന്നെ മടുക്കുന്നുണ്ടാവും. ഞങ്ങളൊരു ഡാമിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഡാം വരെ ഞങ്ങൾക്ക് ഇവിടുന്ന് കാണായിരുന്നു. നല്ല കുഞ്ഞായിട്ട് കാണായിരുന്നു കേട്ടോ. അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയതായിട്ട് കാണാം. ഞാൻ ആ ഡാമിൽ പോയത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ആരും കാണാൻ മറക്കരുത്. പിന്നെ ഞങ്ങളുടെ ചെറിയ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യൂ ഒക്കെ കാണാൻ എന്ത് രസമല്ലേ? നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല രസം, നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഗായ്സ്. ഞാൻ ആദ്യമായിട്ടാണ് നെല്ലിയാമ്പതി പോയത്. നെല്ലിയാമ്പതിയിൽ നിറച്ച് മലകളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഗായ്സ്. അടിപൊളി ടൂറായിരുന്നു. അതായിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോയി. അവിടെ ഏറുമാടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഏറുമാടത്തിൽ കയറിയില്ല. സത്യം പറഞ്ഞാൽ മടിയായി കയറാൻ വേണ്ടിയിട്ട്. ഇത് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഗാർഡൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു തണൽ മരം കണ്ട്, തണൽ മരമല്ല ചാമ്പത്തണലായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന്. അവിടെ നിന്ന് ഇരുന്നാൽ പോരല്ലോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നടക്കണ്ടേ, ഒരുപാട് നടക്കാനുണ്ട്. അവിടെ ഒരു ചാമ്പയ്ക്ക പോയില്ല കേട്ടോ, അത്രയും മരം ഉണ്ടായിട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ, പക്ഷെ അത്യാവശ്യത്തിന് ചെടിയുണ്ട്. ഇവിടെയായിരുന്നു കുറച്ചും കൂടെ സംഭവങ്ങൾ കാണാനുണ്ടായിരുന്നത്. ഒരുപാട് പൂങ്കായകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ അനു. പിന്നെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് നടന്ന കാരണം പെട്ടെന്ന് ഓരോ സ്ഥലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കാണിച്ചു തന്നത് ഓറഞ്ച് മരമാണ്, അതിലൊരു ഓറഞ്ച് പോലും ഇല്ല കേട്ടോ. പിന്നെ അവിടെ സൈഡിലായിട്ട് കുറേ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നടന്നു വന്നപ്പോഴേക്കും വെയിലൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമില്ലേ ഗൈസ്? ക്ലൗഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അവിടെ എന്നിട്ട് ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടില്ലേ ഗൈസ് ഈ മുളത്തോട്ടം? അവിടേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ അവിടേക്ക് പോയി എനിക്ക് കാലിൽ അടയ്ക്കാനൊന്നും വയ്യ, അത് കാരണം ഞാൻ അവിടേക്ക് പോയില്ല. പിന്നെ അച്ഛനെങ്ങാണ്ട് പറഞ്ഞു അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെന്ന്, അത് കാരണം പിന്നെ സമാധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകേണ്ട ആവശ്യം വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നു പോയപ്പോൾ ഇവിടെ ഫ്രഷൻ ഫ്രൂട്ടിൻ്റെ ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ സൈഡിൽ. ഒരുപാട് ഫ്രഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ വൈസ്. ഒരെണ്ണം അടി വീണ്. ഞങ്ങൾ കുറേ നോക്കിയിട്ട് അത് എടുക്കാം, പക്ഷെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വേഗം പോയിട്ടാ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അവിടെ ഉണ്ടാവുന്ന ആ ചെറി ഇല്ലേ, അതിൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ചെറി അതിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഗായ്സ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒന്നും സീസൺ അല്ലാന്ന് തോന്നുന്നു കേട്ടോ ഗായ്സ്. ഈ ചെടി എങ്ങനെ ഉണ്ട് കാണാൻ? ലൈറ്റ് ഗ്രീൻ, നല്ല രസമില്ലേ ഗായ്സ്? അവിടെ ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് നടന്നൊരു സ്ഥലത്തെത്തി. അവിടെ ചെന്ന് ഞങ്ങൾ കുറേ നേരം ഇരുന്നു കേട്ടോ ഗൈസ്. ഒരുപാട് നേരം ഇരുന്നു. അവിടെ നിറച്ച് ചെടികളായിരുന്നു കേട്ടോ, പൂവിൻ്റെ ചെടി. എന്ത് രസമാണെന്ന് അറിയാം കാണാൻ. അവിടെ നിന്ന് പോരാനേ തോന്നില്ല കേട്ടോ, ഒരുപാട് ചെടികളായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് എന്തോ കാര്യം പറയാൻ പോവാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് ഒരു ചെമ്പരത്തി ഞാൻ പൊട്ടിച്ചു കേട്ടോ. നല്ല രസമില്ലേ ഗൈസ് ഈ ചെമ്പരത്തി കാണാൻ? എൻ്റെ നടുക്കത്തെ സാധനം ഒരു രസമില്ല, അതായത് ഞാൻ പറിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ അതേ അവിടെ ഒരു തോടോ കുളം അങ്ങനത്തെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. താമരത്തിൻ്റെ കുളമായിരുന്നു കേട്ടോ. എല്ലാം വാടിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു, സത്യം പറയാലോ വാടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരുപാട് റെഡും ചെമ്പരത്തി, ഓറഞ്ച് ചെമ്പരത്തി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കുറേ ചെമ്പരത്തി ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ട് ഗൈസ്? എൻ്റെ വർത്താനം നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ട്? പല വെറൈറ്റീസ് ഓഫ് ചെടികളും ചെമ്പരത്തികളൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ കാണാത്ത ചെമ്പരത്തികളായിരുന്നു കേട്ടോ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ചെമ്പരത്തിയുടെ ഉള്ളിലത്തെ സാധനം കാണാൻ രസമില്ല, അതിൻ്റെ ഉള്ളിലത്തെ സാധനം ഞാൻ എടുത്ത് കളഞ്ഞു. പിന്നെ ഇത് അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഈ ചെടി ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു, ഈ ഒരു ലൈറ്റ് ഗ്രീൻ കേട്ടോ, സൈഡിൽ നിറച്ചുണ്ടായിരുന്നു. അങ്ങനെ ഓറഞ്ച് ഗാർഡനിൽ ചില വീഡിയോ ക്ലിപ്പുകളിലൊക്കെ ഓറഞ്ചിൻ്റെ മരങ്ങളൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഓറഞ്ച് ഒന്നുമേ ഇല്ല കേട്ടോ ഗൈസ്. ഇനി ഞങ്ങൾ കാണാത്തതാണോന്ന് അറിയില്ല, ഓറഞ്ച് ഉണ്ടായിരുന്നില്ല ആണ് ഞങ്ങളുടെ വിശ്വാസം. പബ്ലൂസ് നാരങ്ങ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓറഞ്ച് ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്ത് നടക്കാം കേട്ടോ ഗായ്സ്, വേഗം എത്താൻ വേണ്ടിയിട്ട്.
വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വേറെ ചെടി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പിങ്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കളർ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് ഈ കളർ ആദ്യമായിട്ട് കാണുന്നല്ല, ഈ ചെടിയുടെ കളർ ആദ്യമായിട്ട് കാണുന്നതെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ ലൈറ്റ് ഗ്രീൻ മരം എനിക്ക് ഇഷ്ടമാണ്. അത് വെയിലത്ത് കാണാൻ പ്രത്യേക ഭംഗി. ഈ വയലറ്റും നല്ല രസമുണ്ടല്ലേ ഗൈസ്. പിന്നെ ഈ വയലറ്റ് പൂ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പിന്നെ അവർ ലവ് ചെടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാനിരുന്നു. റെസ്റ്റ് പിന്നെ ഞങ്ങളുടെ കൂടപ്പിറപ്പാണല്ലോ, അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു ആൾക്കാരെ വെയിറ്റ് ചെയ്തിട്ടോ. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് സമയം പോകാൻ ഞങ്ങൾ കുറേ നേരം വീഡിയോ എടുത്തിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ എല്ലാ ക്ഷീണവും അവിടെ ഇരുന്ന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് സ്ഥലം. പിന്നെ അമ്മ എന്തൊക്കെയോ ചെടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെടിയാന്ന് വെച്ചപ്പോൾ അമ്മ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ചെടിയാന്നൊക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞു ഇതല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിരുന്ന ആ മരത്തും ഏതോ ഒരു കണിക്കൊന്ന പോലെ ഒരു ചെടി ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോവാൻ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓറഞ്ച് തോട്ടത്തിൽ വന്നിട്ട് ഓറഞ്ച് കണ്ടില്ല എന്നുള്ള വിഷമം വേണ്ടല്ലോ ഗായ്സ്. ഇതുമ്പോൾ ചെറിയ ഓറഞ്ച് ഉണ്ട്, ഞാൻ പരമാവധി കാണിക്കാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടോ ഗൈസ്. വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ട്രാവലറിലാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എന്തിപ്പോൾ പറയുക, വണ്ടിയുടെ ഉള്ളിൽ ഒരു തരി പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫുള്ള് ഓരോരുത്തരായിട്ട് കരോക്കെ പാടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കാറ്റുള്ള സ്ഥലം നോക്കി അവിടെ ചെന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. സൈഡിൽ തകർത്ത് പാട്ട് പാടാൻ കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാറ്റത്തിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമുണ്ടായിരുന്നു. കാണിച്ചു തന്നില്ലല്ലോ, ഇപ്പം കാണിച്ചു. എല്ലാവരും പാടിയിട്ടുണ്ടായിരുന്നു, ഞാൻ പാടിയില്ല കേട്ടോ. എനിക്ക് ഷൈയാണ് പാടാൻ വേണ്ടിയിട്ട് കേട്ടോ ഗൈസ്. എല്ലാവരും ഉപയോഗിച്ച് അതായത് ഞാൻ പാടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ പറഞ്ഞത് ഞങ്ങളടുത്ത് വേറെ സ്ഥലം കൂടെ പോകാനുണ്ടെന്ന്. കേശവൻ പാറയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ വലിഞ്ഞു കയറി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു ഡാം കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഡാം ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ കുറച്ചും കൂടെ വലുപ്പത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇതേ കാണുന്നില്ലേ, അവിടെ നല്ല ചൂടും വെയിലുണ്ട്, പക്ഷെ നല്ല കാറ്റായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല കാടായിരുന്നു കേട്ടോ സൈഡിൽ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല കാടായിരുന്നു അവിടെ. വീഡിയോ എടുത്ത് സ്റ്റോറേജ് ഫുള്ളാക്കി. ഇനി ഒരു തരി പോലും സ്ഥലമില്ല കേട്ടോ ബാക്കി സ്റ്റോറേജ്. പക്ഷെ പറയാനുള്ളത് പറയാലോ, അധികം ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. ഒന്നും വിടാതെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അധികം ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ സൈഡിൽ കൂടെ എൻ്റെ ഷോ ഓഫ് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഇത്ര നല്ല വ്യൂ പോയിന്റിലൊക്കെ വന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷേ അല്ലേ അത് അത് തകർത്ത് നടന്നു കേട്ടോ. പിന്നെ അടിയിൽ എന്തോ വ്യൂ പോയിന്റ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നല്ല വൃത്തിക്ക് കാണാം. പിന്നെ എന്തിനാ അടിക്ക് പോകണം, ശരിക്കും പറഞ്ഞ മടിയായത് കാരണം പോയില്ല കേട്ടോ അവിടേക്ക്. ഇവിടെ നിന്ന് നല്ലപോലെ കാണാം. പിന്നെ അടിക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ, അത് കാരണം ഞങ്ങൾ അടിക്ക് ഇറങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ നിന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് പോകാൻ നേരത്തായിരുന്നു കേട്ടോ ഒരു കുളമോ തോട് അങ്ങനത്തെ ഒരു സംഭവം കണ്ടത്. അവിടെ കാല് നനച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണവായിരുന്നു കേട്ടോ വെള്ളത്തിന്. അപ്പം തന്നെ ഉണ്ടാ കുറച്ച് കുഞ്ഞു മീനുകൾ വന്ന് കാലുമൊക്കെ എനിക്ക് ഇക്കിളിയായിട്ട് വേട്ടോ. ശരിക്കും ഭയങ്കരമായിട്ട് ഇക്കിളി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നത് ഞങ്ങൾ കാട്ടിക്കൂടെ തന്നെയാണ്. പിന്നെ വരുന്ന വഴിക്ക് ഈ കാട് തന്നെ കാണിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് മടുക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോ കാണിക്കാഞ്ഞത്. ഇവിടെ നിറച്ച് ബോഗേൻവില്ല ആയിരുന്നു കേട്ടോ. ചുറ്റിനും കാട്, അവിടെയൊക്കെ ബോഗേൻവില്ല തന്നെയായിരുന്നു കേട്ടോ ഗായ്സ്. നല്ല കാടാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ബോഗേൻവില്ല നിൽക്കുന്നത്. കാട്ടുകളിലും വീടുകളിലും ഒക്കെ ബോഗേൻവില്ല ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ബോഗേൻവില്ല പറഞ്ഞ് നിങ്ങൾക്ക് മടുത്തു എന്നറിയാം. നമുക്ക് വേറെ ടോപ്പിക്ക് കടക്കാമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ബോഗേൻവില്ല മാത്രമേ ഉള്ളൂ പറയാൻ. അവിടെ ചുറ്റിനും ബോഗേൻവില്ല തന്നെയായിരുന്നു കേട്ടോ ഗായ്സ്. പിന്നെ പോരാളിയുടെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ട നല്ല അതിൻ്റെ കൊമ്പ് ഒടിച്ചിട്ട് വരിക, അത് ഞങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഈ ബോഗേൻവില്ലയുടെ കൊമ്പല്ല കേട്ടോ ഒടിച്ചത്, ഞാൻ വേറെ എന്തിൻ്റെയോ ആണ് പൊട്ടിച്ചത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു ഓറഞ്ച് പൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗായ്സ്. ബോഗേൻവില്ല പോലെ തന്നെയാണ്, കുറച്ചും കൂടെ ഒരു എന്താ പറയുക, എനിക്ക് പറയാൻ അറിയത്തില്ല. ഒരു വേറെ തരം പൂവാണ് കേട്ടോ ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ബോഗേൻവില്ല പോലെ തന്നെ കൊമ്പുമ്മ നിൽക്കുന്ന ഒരു പൂവായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നു കേട്ടോ. നടന്ന് എത്തണില്ല ഗൈസ്. ആ കാട് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന പോലെ എത്തുന്നേ ഉണ്ടായിരുന്നില്ല, ഒട്ടും എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ മാത്രമല്ല ചേച്ചിയും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബോഗേൻവില്ലയുടെ കൊമ്പ്. ചേച്ചി ബോഗേൻവില്ലയുടെ കൊമ്പ് തന്നെയാണ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറിയിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് വണ്ടി തിരിക്കാൻ പോവാന്ന്. അതേപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചുറ്റിനും ഓരോ ഗാർഡനൊക്കെ തന്നെ, കാപ്പിത്തോട്ടം അങ്ങനത്തെ ഗാർഡൻ. കാപ്പിത്തോട്ടം തന്നെയാണ് ആവോ, നിറച്ച് ബോഗേൻവില്ല ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയ ഗൈസ് എന്ത്
പിടിച്ച് നിൽക്കാൻ നോക്കിയ ബോഗൻവില്ല വീട്ടിലൊക്കെ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. അമ്മ കഷ്ടപ്പെട്ട് പിടിക്കുന്നതൊക്കെ കാട്ടിൽ നല്ല സുഖമായിട്ട് വളരുന്നുണ്ട് കേട്ടോ ഗായ്സ്. നിങ്ങൾ നോക്കിയ ഗായ്സ്, ആ വീടിൻ്റെ ഭംഗി തന്നെ ആ ബോഗൻവില്ലയായിരുന്നു കേട്ടോ ഗായ്സ്. അത് കഴിഞ്ഞ് ഞാനൊരു കട കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൻറ്റി ഞങ്ങൾക്ക് ജ്യൂസ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്പ്രൈറ്റ് പോലത്തെ ജ്യൂസ്, സ്പ്രൈറ്റിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുടിച്ച് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. നിറച്ച് കാടാണ് ഗൈസ്, പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. അപ്പോൾ ഇതുപോലത്തെ ലോങ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞാൻ വീഡിയോ ഇടാം. സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് തരുമല്ലോ അല്ലേ. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കണ്ണ് വിടാതെ പുറത്തേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നാളായില്ലേ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ലോങ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ.